ഹായ് സുഹൃത്തുക്കളെ, പഴയതുപോലെ ഇനി അത്ര എളുപ്പമല്ല മുദ്രപത്രം വാങ്ങിയെടുക്കാൻ. ഈ അപ്ഡേറ്റ്സ് അറിയാത്ത ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. ഇത്തരം അറിവുകൾക്കായിട്ട് ഈ പേജ് ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്ക്. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുത്. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ഈ സ്റ്റാമ്പാണ് നമുക്ക് ഇനി മുതൽ ലഭിക്കുകയുള്ളൂ. ഈ സ്റ്റാമ്പിനായിട്ട് സ്റ്റാമ്പ് വെണ്ടറുടെ അടുത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഇത്തരം കാര്യങ്ങൾ കയ്യിൽ നിർബന്ധമായിട്ടും കരുതിയിരിക്കണം. ഇപ്പോൾ പല വെണ്ടർമാരും ടോക്കൺ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടോക്കൺ അനുസരിച്ചായിരിക്കും വിളിക്കുന്നത്. നേരത്തെ ചെന്ന് ടോക്കൺ എടുത്താൽ ക്യൂ നിന്ന് ഇറങ്ങാറാവില്ല. ഈ സ്റ്റാമ്പിനായിട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ കയ്യിൽ കരുതണമെന്ന് പറയാം. എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ സ്റ്റാമ്പ് നമുക്ക് ആവശ്യമുള്ളത് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിൽ വേണം. ഫോൺ നമ്പർ വെച്ചാണ് ഈ സ്റ്റാമ്പ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവരുടെ ഫോൺ കയ്യിൽ കരുതിയിരിക്കണം. ടോക്കൺ വിളിക്കുമ്പോൾ ആവശ്യക്കാരന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. രജിസ്ട്രേഷന് വേണ്ടി നാം നൽകിയ ഫോൺ നമ്പറിലേക്ക് വരുന്ന OTP ഇത് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോകരുത്. നാം കൊടുത്ത ഡീറ്റെയിൽസ് അനുസരിച്ച് അവർ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള സ്റ്റാമ്പ് പേപ്പർ ഈ രൂപത്തിൽ ലഭിക്കുന്നതാണ്.